റാം നാരായൺ റാം. ഈ ഭൂമിയിൽ പ്രകൃതിയെ ഒഴിവാക്കി യാതൊരു അസ്തിത്വവുമില്ല. പ്രകൃതിയില്ലാതെ ഒരു ജീവിയും മനുഷ്യനോ കീടങ്ങളോ പുഴുക്കളോ ജീവിച്ചിരിക്കാനാകില്ല. പ്രകൃതിക്ക് സ്വന്തമായ ഒരു സംവിധാനം ഉണ്ട്, ഒരു ഭരണഘടന ഉണ്ട്. അങ്ങനെ ഒരു ഭരണഘടന ഇവിടെ എന്തുകൊണ്ട് ഇല്ല? നിങ്ങൾ പ്രകൃതിയുടെ ഭരണഘടനയെ ശരിയാണെന്ന് വിശ്വസിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ 200 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പരിഹാരത്തിൻ്റെ ഭരണഘടന എങ്ങനെ രൂപപ്പെട്ടില്ല? അത് എവിടെയാണ്? ലോകത്തിൻ്റെ ഭരണഘടനകളിൽ ഒരു പരിഹാര ഭരണഘടന ഇല്ല. ഇന്നത്തെ ലോകം എല്ലാം സ്വാർത്ഥതയിൽ അധിഷ്ഠിതമാണ്. മനുഷ്യനിർമ്മിതമായ ലോകം. അച്ഛനും മകനും തമ്മിൽ ബന്ധമില്ല, മകനും അച്ഛനും തമ്മിൽ അടുപ്പമില്ല. മറ്റൊരാളിൽ നിന്നും കാര്യങ്ങൾ മറക്കേണ്ടതെന്തിനാണ്? പണം മറക്കേണ്ടതെന്തിന്? ഭൂമിയിൽ മതത്തിൻ്റെയും ജാതിയുടെയും രാഷ്ട്രീയവും നിലനിൽക്കുന്നവരെല്ലാം ഭരണഘടനയുടെ പേരിൽ ഇടയിടെ പ്രശ്നങ്ങൾ നിലനിൽക്കും. മനുഷ്യർക്കിടയിൽ ഐക്യവും സമാധാനവും ഉണ്ടാകില്ല. ജാതിയും മതവും ശതാബ്ദങ്ങളോളം പഴക്കമുള്ള പ്രശ്നങ്ങളാണ്. സമൂഹത്തെ വിഭജിക്കുകയും വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചും വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്നു. ജാതിയും മതവും അടിസ്ഥാനമാക്കി നടക്കുന്ന വിവേചനം മനുഷ്യനീയതയ്ക്കെതിരെയാണ്, കൂടാതെ സാമൂഹിക പുരോഗതിയെയും തടയുന്നു. ജാതിയും മതവും ഒരിക്കലും ആത്മീയതയുടെയും സാമൂഹിക പുരോഗതിയുടെയും മാർഗമാകാനാകില്ല. ഇവ മനസ്സുകളിൽ വെറുപ്പ് വിതയ്ക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യില്ല. നാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് മനുഷ്യനിർമ്മിതമായ മതം, മനുഷ്യനിർമ്മിത രാഷ്ട്രീയ വ്യവസ്ഥ, മനുഷ്യനിർമ്മിത ഭരണഘടന, വ്യക്തിഗത ഉടമസ്ഥാവകാശം ഇവയൊക്കെ ഉപേക്ഷിച്ച് പ്രകൃതിയുടെ നിയമങ്ങൾ പിന്തുടരേണ്ട സമയമാണിത്. ഓരോ മനുഷ്യനും പ്രകൃതിയുടെ സേവകനാണ്. മനുഷ്യനിർമ്മിത മതങ്ങൾ എല്ലാം പറയുന്നത് കർമ്മമാണ്, ധർമ്മം എന്നതാണ്. എന്നാൽ നമ്മുടെ മഹാഗുരു ബാലക ബ്രഹ്മചാരിജി പറയുന്നു, നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് ചിന്തിക്കലാണ്. ചിന്തിച്ച് സിദ്ധാന്തം ഗ്രഹിക്കണം. കർമ്മം ചെയ്യുന്നത് ഞങ്ങളാണോ? കർമ്മം ചെയ്യുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സ് ഒരു സിദ്ധാന്തം സ്വീകരിച്ചാൽ മാത്രമേ ശരീരം ആ കർമ്മം ചെയ്യൂ. ഭരണഘടന രൂപീകരിക്കുമ്പോൾ നെഹ്റുവും ഗാന്ധിയും അംബേദ്കറിനോട് തെറ്റായ ധാരണകൾ നൽകി തെറ്റായ ഭരണഘടന എഴുതിച്ചു. അംബേദ്കറെ മൂഢനാക്കിയതായാണ് പറയുന്നത്. അതിനാൽ ഇത്തരം മനുഷ്യനിർമ്മിത ഭരണഘടനയെ അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഈ ഭരണഘടന രൂപീകരിച്ചതിന് ശേഷം യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. പാവം ഇനിയും പാവമാവുകയാണ്, ധനികൻ ഇനിയും ധനികനാവുകയാണ്. ആരും തുല്യാവകാശം ലഭിക്കുന്നില്ല. ഈ ഭൂമിയിൽ 800 കോടിയോളം ജനങ്ങളുള്ളപ്പോൾ അവരുടെ ജന്മാവകാശം എവിടെയാണ്? അതെന്തുകൊണ്ട് ലഭിക്കുന്നില്ല? ഇന്നത്തെ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്. ഇതിന് ഉത്തരം നൽകുക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുമോ? രാഷ്ട്രപതിയാകുമോ? പ്രധാനമന്ത്രിയാകുമോ? അതിനാൽ ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പോഴും സമയം ഉണ്ട്. ഈ മനുഷ്യനിർമ്മിത മതത്തെ പൂർത്തിയായി നശിപ്പിക്കണം. പ്രകൃതിയെ മാതൃകയാക്കി ഒരു പുതിയ ഭരണഘടന രൂപപ്പെടുത്തണം. അവിടെ എല്ലാവർക്കും തുല്യാവകാശം ഉണ്ടായിരിക്കണം. എല്ലാവർക്കും അവരുടെ ജന്മാവകാശം ലഭിക്കണം. അവിടെയാണ് പരിഹാരത്തിൻ്റെ ഭരണഘടന ലഭിക്കേണ്ടത്.